ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ സ്വർണ്ണപ്പാളി കടത്തിയത് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചു. തന്ത്രി പറഞ്ഞു ഇത് അന്ന് നട അടച്ചതുകൊണ്ടാണ്, അതിൻ്റെ ഒരു വിദ്വേഷമാണ് സർക്കാർ എന്നോട് കാണിച്ചത്, മനഃപൂർവ്വം പിടിച്ച് ഇതിൽ പങ്കാളിയാക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ തന്ത്രി പറഞ്ഞു. ടി ജിയുടെ അഭിപ്രായം എന്താണ്? അതേ ഈ ഓരോ കേസിൽ പെടുമ്പോഴൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ പറയും, ഇന്ന വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറയും. തന്ത്രി അതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഈ തന്ത്രി ഗുരു ആചാര്യൻ എന്നാണല്ലോ. അപ്പോൾ തന്ത്രസമുച്ചയം, അവകാശത്തിന് വേണ്ടിയിട്ട് തന്ത്രസമുച്ചയം പലരും ഉദ്ധരിക്കുന്നു. വാജിവാഹനം തന്ത്രിയുടെയാണ്, അത് തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, തന്ത്രസമുച്ചയത്തിൽ തന്ത്രിയുടെ യോഗ്യതയും പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യത ഉണ്ടോ? ഇതിപ്പോൾ സംഭവിക്കുന്നത്, പണ്ട് പഴയ കാലത്ത് ഇംഗ്ലണ്ടിലൊരു പള്ളിയുണ്ടായിരുന്നു. ഈ പള്ളിയുടെ തൊട്ടടുത്ത് മുനിസിപ്പാലിറ്റി ഒരു ബാർ അനുവദിച്ചു. അപ്പോൾ പള്ളിക്കാർ പോയിട്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബാർ കെട്ടുന്നത് ശരിയല്ല, ഇതൊക്കെ യേശുക്രിസ്തുവിന് നിരക്കുന്നതാണോ? അയാൾ പറഞ്ഞു, ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്ക് ക്രിസ്തുവും അങ്ങോട്ടൊന്നുമില്ല, എനിക്ക് മുനിസിപ്പാലിറ്റി അനുമതി തന്നിട്ടുണ്ട്, ഞാനിത് വിട്ടു. മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല, പള്ളിക്കടുത്ത് ബാർ പാടില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ അങ്ങനെ നിയമമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പെർമിഷൻ കൊടുത്തതായിരുന്നു. ഇവർ പള്ളിയിൽ വലിയ പ്രാർത്ഥന തുടങ്ങി. ഇയാളുടെ ബാർ ഇടിഞ്ഞു വീണേ. ഇയാളാണെങ്കിൽ ബാറ് കെട്ടിപ്പൊക്കുകയാണ്. ഡെയിലി ഇവരുടെ പ്രാർത്ഥനയാണ്. ഒടുവിൽ ഈ ബാർ ഇടിഞ്ഞു വീണപ്പോൾ ഈ ബാർ ഉടമസ്ഥൻ നിരീശ്വരവാദി കേസ് കൊടുത്തു. ഇവർ പ്രാർത്ഥിച്ചിട്ട് യേശുക്രിസ്തുവാണ് എൻ്റെ ബാറ് തള്ളി മറിച്ചിട്ടത്. ഇവർക്ക് നോട്ടീസ് വന്നപ്പോൾ ഇവർ പള്ളിയിൽ വാദിച്ചത് എന്താണെന്നറിയാമോ? അങ്ങനെ യേശുക്രിസ്തുവിന് വല്ലവൻ്റെയും ബിൽഡിങ് പൊളിക്കാനുള്ള ശക്തിയൊന്നുമില്ല. അല്ല, നിങ്ങളല്ലേ പറഞ്ഞു സർവ്വശക്തൻ? അല്ല, അതൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ, അല്ല പുള്ളിക്ക് അങ്ങനെ ബിൽഡിങ്ങൊന്നും തള്ളിയിടാൻ അങ്ങനെ ശക്തിയില്ല എന്നവർ. നിരീശ്വരാദി എന്ന് പറയുന്നു, അങ്ങനെയൊന്നുമില്ല, യേശുക്രിസ്തു ഭയങ്കര പവർഫുള്ളാണ്, പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ആകാശത്തിരുന്നുകൊണ്ട് ബാർ മറിച്ചിടാൻ പറ്റും. അപ്പോൾ വിശ്വാസി നിരീശ്വരവാദിയാകുകയും നിരീശ്വരവാദി വിശ്വാസിയാകുകയും ചെയ്തു കേസ് ജയിക്കാൻ. തന്ത്രിയുടെ കേസിൽ ഇപ്പോൾ നോക്കിക്കോ, തന്ത്രി പറയുന്നത് എന്താ? എനിക്കൊരധികാരവും ഇല്ലെന്നേ, എനിക്കൊന്നുമില്ല, എനിക്ക് പൂജ ആചാരം ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ കട്ടളപ്പാളി ദ്വാരപാലകപ്പാളി എനിക്ക് ഇതിൽ കാര്യം. അത് കൊണ്ടുപോയാലെന്താ, കൊണ്ടുവന്നാലെന്താ, എന്ത് ചെയ്താലെന്താ? SIT പറയുന്നത് എന്താ? തന്ത്രിയാണ് സർവാധികാരി, അങ്ങേരെ അറിയാതെ ഈ സാധനം ഇവിടെ നിന്ന് പോവില്ല. അങ്ങേര് മൗനാനുവാദം കൊടുത്തു, പുള്ളി മിണ്ടാതിരുന്നു, പുള്ളി മാനസർ ഒപ്പിട്ടില്ല, അത് മനഃപൂർവ്വം പുള്ളി ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് സർവ്വാധികാരവും തന്ത്രിക്കാണെന്ന് SIT. തന്ത്രി പറയുന്നത് എനിക്ക് ഒരധികാരമില്ല. വേറൊരു ആവശ്യത്തിന് വരുമ്പോഴുണ്ടല്ലോ, തന്ത്രിയാണ് ഇതിൻ്റെ മൂർത്തിയുടെ അച്ഛൻ, അങ്ങനെ പറയും. മൂർത്തിയുടെ അച്ഛനാണെങ്കിൽ മൂർത്തിയോ സർവശക്തൻ, മൂർത്തിയുടെ അച്ഛൻ കുറഞ്ഞത് ആ പ്രദേശത്തിൻ്റെ അധിപനെങ്കിലും ആയിരിക്കണമല്ലോ. ആ ലോജിക്ക് ഈ കേസ് വന്നപ്പോൾ അത് തിരിഞ്ഞു. എനിക്കധികാരമില്ല. SITയും ഗവൺമെൻറ്റും പറയുന്നത് നിനക്ക് അധികാരമുണ്ട്. ശബരിമല വന്നപ്പോഴോ നേരെ തിരിച്ചായിരുന്നു. ശബരിമല വന്നപ്പോൾ സർക്കാർ പറഞ്ഞു തനിക്കധികാരമൊന്നുമില്ല, ഞങ്ങൾ സ്ത്രീകളെ കയറ്റും. തന്ത്രി എന്ത് പറഞ്ഞു? എനിക്കധികാരമുണ്ട്, അവർ കയറാൻ പാടില്ല, അവർ കയറിയാൽ ഞാൻ നടയടയ്ക്കും. തന്ത്രി ശ്രീധരൻപിള്ളയെ വിളിച്ചു ചോദിക്കുന്നു. സാധാരണ തന്ത്രി ഒരു തീരുമാനം എടുക്കുന്നത് ദൈവഹിതം നോക്കിയിട്ട് ആണ്. ശ്രീധരൻപിള്ള ഹിതം ആണ് ഈ കാര്യത്തിലെടുത്തത്. പുള്ളി ദൈവത്തോട് ചോദിച്ചില്ല. അതിനെന്താ പറയുന്നത്? ദേവഹിതം നോക്കിയില്ല, പിള്ളഹിതം നോക്കി. അപ്പോൾ പിള്ള പറഞ്ഞു അടച്ചിട്ട് ഒരു കുഴപ്പമില്ല, കണ്ടംപ്റ്റ് വരില്ല എന്ന്. വാസ്തവത്തിൽ കണ്ടംപ്റ്റ് വരും കേട്ടോ. അമ്പലത്തിൽ കയറിക്കോളാൻ കോടതി പറഞ്ഞു. ഒരാൾ അമ്പലത്തിൽ കയറാൻ വരുന്നു, അപ്പോൾ വായിച്ചത്ത് നടയടച്ചിട്ട് കഴിഞ്ഞാൽ കോർട്ട് ലക്ഷ്യമല്ലേ,
ക്ലീൻ കോർട്ട്. പിന്നെ ഈ ചീള് കേസിന് സുപ്രീം കോടതി കോർട്ട് ലക്ഷ്യമായിട്ട് ആരുടെയും പിന്നാലെ വരാനൊന്നും പോകില്ല. അതുകൊണ്ട് നത്തിങ് വിൽ ഹാപ്പൻ. ബട്ട് പ്രശ്നം അതിരിക്കട്ടെ, ഫോൺ ചെയ്തൊക്കെ ഇരിക്കട്ടെ. അന്ന് തന്ത്രിയുടെ വാദം എന്താ? ഈ വാതിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ഞാനാണ് അല്ലേ? ഇപ്പം തന്ത്രിയുടെ വാതിൽ എന്താ നിലപാടെന്താ? വാതിലോ കട്ടളയോ അതെന്ത് സാധനം എനിക്കറിയില്ല. അല്ല ദ്വാരപാലകൻ അവിടെ നിൽക്കുന്ന അങ്ങോട്ട് പാളി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കത് നോക്കേണ്ട കാര്യമില്ലെന്നേ. എനിക്ക് മൂലമന്ത്രം മാത്രം നോക്കിയാൽ മതി. ബാക്കി മന്ത്രം പോലും നോക്കണ്ട, മൂലമന്ത്രം മാത്രം. ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടെന്താ? അങ്ങനെയല്ല, താനാണ് എൻ്റെ ഉത്തരവാദി. അന്ന് സർക്കാർ പറഞ്ഞെന്താ? താനാരോടോ മാറോ, ഞങ്ങൾ സ്ത്രീകളെ കയറ്റൂ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം പറയുന്നത് ഇല്ല, എല്ലാം തൻ്റെ ഉത്തരവാദിത്തമാണ്, താൻ ജയിലിൽ പോകും. അപ്പോഴാണ് എനിക്ക് ഇംഗ്ലണ്ടിലെ പഴയ കഥ ഓർമ്മ വന്നു. നിരീശ്വരവാദി ഈശ്വരവിശ്വാസി നിരീശ്വരവാദിയാകുന്ന കാഴ്ച. ഇതാണ് കൊല്ലം കോടതിയിൽ കളിച്ചത്. കൊല്ലം കോടതിയിൽ ആ ഉത്തരവെടുത്ത് നോക്കിയാൽ 94 പേജുള്ള ഉത്തരവ്. അതിനകത്ത് ഈ കളി കാണാം കൃത്യമായിട്ട്. വൈക്കത്ത് ഒരു പ്രാതൽപ്പുര കിട്ടാൻ തീരുമാനിച്ചു. വൈക്കത്ത് പോയിട്ടുണ്ടല്ലോ. വൈക്കത്ത് നമ്മുടെ വടക്കേ മുറ്റത്ത്, അത് വിശാലമായ മുറ്റമല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രാതൽപ്പുര, വൈക്കത്ത് പ്രാതലുണ്ടല്ലോ, പ്രാതലും ഉച്ചയൊക്കെ ഊണ്. അപ്പോൾ അവിടെ കാല് കുത്താൻ പറ്റില്ല. ഈ ആറ്റുമണൽ ചരൽ വിരിച്ച് മനുഷ്യൻ്റെ കാല് പൊള്ളുന്ന ഏർപ്പാടാണ്. അവിടെ ഈ ഊണ് കഴിക്കാൻ പറ്റും. അകത്തുള്ള ആ ഹോള് പോലെ അത് വടക്ക് വശത്ത് അത് തികയുന്നുമില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രാതൽപ്പുര ടെൻഡർ എന്തോ 1.5 കോടി രൂപയോ ഇത് ഷീറ്റൊക്കെ ഇട്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് ഈ പ്രപ്പോസൽ ഹൈക്കോടതിക്ക് കൊടുത്തു. ഇതേ രാജാ വിജയരാഘവൻ പറഞ്ഞു, ഇതൊക്കെ ഒരു അശ്രീകരമാണ്. നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഈ ഷീറ്റും സംഗതിയൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, തന്ത്രിയുടെ അഭിപ്രായം വാങ്ങിക്കും. ഒരു കാര്യമില്ലല്ലോ തന്ത്രി ശ്രീകോവിലിൻ്റെ വാതിലടിച്ചു പോകുന്നതിൽ കുഴപ്പമില്ലാത്ത തന്ത്രിക്ക് പ്രാതൽപ്പുരയിലെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, തന്ത്രിയുടെ അഭിപ്രായം എടുക്കുന്നു. തന്ത്രി പറഞ്ഞു അവിടെ ഒരു പ്രാതൽപ്പുര ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിനും ഇത് ആർക്കിടെക്ചറൽ ബ്യൂട്ടി അതിനും ഒക്കെ അഭംഗിയും അശ്രീകരവുമാണ്. അതുകൊണ്ട് പ്രാതൽ കഴിക്കണം എന്നുള്ള ആവശ്യം മനസ്സിലാവുന്നുണ്ട്. അതിന് വേറെ എന്തെങ്കിലും സംവിധാനം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പുറത്ത് രാജാ വിജയരാഘവൻ ഇതിന് പെർമിഷൻ കൊടുത്തില്ല. പ്രാതൽപ്പുര നടന്നില്ല. ഇപ്പോൾ SIT ആ ജഡ്ജ്മെൻറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ട് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് തന്ത്രിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീകോവിലിന് പുറത്തും തന്ത്രിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു. തന്ത്രി എന്ത് ചെയ്തു? തന്ത്രി വേറൊരു നോർത്ത് ഇന്ത്യൻ ഒരു ഇത് കൊണ്ടുവന്നു, ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നു. അതിൽ തന്ത്രിക്ക് അധികാരമില്ല പറഞ്ഞിട്ട് അവിടുത്തെ എന്തോ ഇത് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് എല്ലാ അധികാരവും തനിക്കുണ്ട് എന്ന് വാദിച്ചിരുന്ന തന്ത്രി ഇപ്പോൾ എനിക്ക് യാതൊരു അധികാരവുമില്ല, ചുമതലയില്ല, ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത്. ശബരിമലക്കാലത്ത് ആരാ തന്ത്രി പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ പോലീസുകാർ ഇപ്പോൾ പറയുന്നത് തന്ത്രിയാണ് എല്ലാം, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി തന്ത്രിയാണ്. ഈ കളിയാണ് നടക്കുന്നത്.